ാനുള്ളത് അബ്നോർമാലിറ്റീസ് ഓഫ് ടേസ്റ്റ് സെൻസേഷൻ ആണ്. അതായത് ടേസ്റ്റ് സെൻസേഷനിൽ വരുന്ന ഏതെങ്കിലും ഡിസോർഡേഴ്സ്, രോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ. രോഗം എന്നുള്ളത് നോർമൽ അല്ലാത്ത അബ്നോർമാലിറ്റീസ്. ഓക്കെ, അതിൽ ഒന്നാമത്തത് അഗ്യൂഷിയയാണ്. അഗ്യൂഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് സെൻസ് ഓഫ് ടേസ്റ്റ് സെൻസേഷൻ്റെ ആബ്സെൻസ് ആണ്. അവിടെ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഇത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ നെർവ്, ഗ്ലാസ് ഓഫ് ഫാരിഞ്ചിയൽ നെർവ് പോലെയുള്ള നെർവ്സിൻ്റെ ലേഷൻസ് കാരണം, അല്ലെങ്കിൽ ജനൈറ്റലായിട്ട് നമുക്ക് ജന്മന കിട്ടുന്നതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും നെർവ്സിനൊക്കെ വരികയാണ്, ഇതുപോലെയുള്ള നെർവ്സിന് ലേഷൻസൊക്കെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സെൻസ് ഓഫ് ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, അഗ്യൂഷ്യ എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നത്. അടുത്തത് ഹൈപ്പോഗ്യൂഷ്യയാണ്. ഹൈപ്പോഗ്യൂഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ടേസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി ചില രോഗങ്ങളൊക്കെ കാരണം കുറയുന്നതാണ്. നമുക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകും. ടേസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതായത് രുചി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് രുചി ഉണ്ടാവില്ല, പക്ഷേ ആ ഒരു രുചിയിൽ കുറവുണ്ടായിരിക്കും. ആ ഒരു കണ്ടീഷൻ പലപ്പോഴും നമുക്കിപ്പോൾ പല രോഗങ്ങളും, പനി, ജലദോഷം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നാവിന് രുചിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു അവസ്ഥയാണ് ശരിക്കും ആ ഒരവസ്ഥ മീൻസ് അതുപോലെയുള്ള അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോഗ്യൂഷ്യ എന്ന് പറയുന്നത്. പിന്നുള്ളത് ഡിസ്ക്യൂഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്ടേർഡ് ടേസ്റ്റ് സെൻസേഷൻ, അതായത് അതിൻ്റെ ഡിസ്ട്രപ്ഷൻ, അതിൻ്റെ ഒരു ചേഞ്ചാണ്. ഇത് ശരിക്കും ടേസ്റ്റ് സെൻസേഷൻ തന്നെ കംപ്ലീറ്റ്ലി ആൾട്ടേർഡ് ആയിരിക്കും. ഇത് ടെമ്പറൽ ലോബിൻ്റെ ലേഷ്യൻ കാരണമാണ് ഇത് യൂഷ്വലി ഉണ്ടാവുന്നത്, അതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. പിന്നെ 2 ക്ലിനിക്കൽ കണ്ടീഷൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ, പക്ഷേ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. നമുക്ക് എക്സാമിന് അങ്ങനെ ഞാൻ ഓരോ ഭാഗവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, അഥവാ ചോദിച്ചാൽ എഴുതുക എന്ന് മാത്രം. അതിപ്പോൾ ടേസ്റ്റ് എന്നുള്ളൊരു മെയിൻ ഒരു ടേസ്റ്റ് സെൻസേഷൻ മറ്റൊരു സാധനം തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തായാലും എഴുതി ചേർക്കാം. അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, 2 ക്ലിനിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ഡിഫക്ട്സിന് ഇൻ വിച്ച് ദെയർ ആർ ക്ലിയർലി ഐഡൻറ്റിഫയബിൾ ശരിക്കും ടേസ്റ്റ് ഡിഫക്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ടുള്ള 2 ക്ലിനിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതാണ് ഫെമിലിയൽ ഡിസോട്ടോണോമിയ, സെലക്റ്റീവ് ടേസ്റ്റ് ബ്ലൈൻഡ്നെസ്. ഫെമിലിയൽ ഡിസോട്ടോണോമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റയർ കണ്ടീഷനാണ്. അവിടെ നമ്മുടെ നല്ല ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗറിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്വീറ്റ് സെൻസേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു ഫെമിലിയൽ ഡിസോട്ടോണോമിയയുടെ പ്രത്യേകത. ഇത് ശരിക്കും മറ്റ് സെൻസറി ഡിഫക്ട്സുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുമായിട്ട് വേറെ എന്തെങ്കിലും സെൻസറി ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു ഫെമിലിയർ ഡിസോട്ടോണോമിയ അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതായത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗറിന് സ്വീറ്റ് സെൻസേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അടുത്തത് സെലക്റ്റീവ് ടേസ്റ്റ് ബ്ലൈൻഡ്നെസ് ആണ്. സെലക്റ്റീവ് ടേസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, ചില സാധനങ്ങളോട് മാത്രം ടേസ്റ്റ് ബ്ലൈൻഡ്നെസ്. നമ്മുടെ കാഴ്ച കളർ ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്നത് പോലെ ടേസ്റ്റ് ബ്ലൈൻഡ്നെസ്, ചില സാധനങ്ങളോട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു ഇൻഹെറിറ്റഡ് ആയിട്ട് ഉള്ളൊരു അസുഖം തന്നെ, നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് പോലെ തന്നെ. ഇത് മെൻഡേലിയൻ റെസസീവ് ട്രൈറ്റ് ആണ്. മെൻഡലിൻ്റെ നമ്മൾ പറയുന്ന റെസസീവ് ട്രൈറ്റ് പറയാറില്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി പറയുന്ന സ്മോൾ ടി ആണ് നമ്മുടെ റെസസീവ് ട്രൈറ്റ്. അപ്പോൾ സ്മോൾ ടി എന്നല്ല, അതായത് അതുപോലെ നമ്മൾ പറയുന്നതാണ് റെസസീവ് ട്രൈറ്റ്. അപ്പോൾ അതിനെ ഇവിടെ മെൻഡേലിയൻ റെസസീവ് ട്രൈറ്റ് ആണ് ഈ ഒരു സെലക്റ്റീവ് ടേസ്റ്റ് ബ്ലൈൻഡ്നെസ്സിൽ ഉള്ളത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ദ ത്രെഷോൾഡ് ടു ബിറ്റർ ടേസ്റ്റ് ഓഫ് ഫീനൈൽ തൈയൂറിയ. ഇത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീനൈൽ തൈയൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിറ്റർ ടേസ്റ്റിനോടാണ് ഇവർക്ക് ഭയങ്കര ദർ ഈസ് എ വെരി ഹൈ ഇൻക്രീസ് ഇൻ ദ ത്രെഷോൾഡ്. അവരുടെ ആ ഒരു ത്രെഷോൾഡിൽ ഇൻക്രീസ് വരും ഈ ഒരു ഇതിനെ നോൺ ടേസ്റ്റേഴ്സ് എന്ന് പറയും. ഇവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്യാൻ കഴിയൂല ആ ഒരു ടേസ്റ്റ്.
അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ നോൺ ടേസ്റ്റേഴ്സ് എന്നാണ് പറയാറുള്ളത്. പിന്നെ ബാക്കിയുള്ള എല്ലാ സെൻസേഷൻസും ഇവർക്ക് നോർമലായിരിക്കും. ഈ ഒരു ഫീനൈൽ തൈയൂറിയയാണ് ഇവർക്ക് സാധാരണഗതിയിൽ അതിൻ്റെ ആ ഒരു ബിറ്റർ ടേസ്റ്റാണ് ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഇവർക്ക് എന്തായിരിക്കും, നോർമൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് സെൻസേഷൻ എന്നുള്ള ഭാഗം ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓൾഫാക്ഷനാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.